وأسروا قولكم أو اجهروا به إنه عليم بذات الصدور. السلام عليكم ورحمة الله. الحمد لله باركنا بشهر رمضان الكريم شهر رمضان الذي أنزل فيه القرآن هدى للناس وبينات من الهدى. الحمد لله حمدا كثيرا طيبا مباركا فيه. എൻ്റെ പ്രിയമുള്ള എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന സ്നേഹനിധികളായ സഹോദരങ്ങളെ, ഈ പരിശുദ്ധ റമദാനിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങളും പ്രാർത്ഥനകളും നാഥ പരിപൂർണമായും നമ്മിൽ നിന്ന് നീ സ്വീകരിക്കണമേ. അല്ലാഹുവേ, ഏറ്റവും നല്ല രൂപത്തിൽ പരിശുദ്ധ റമദാനിനെ ഉപയോഗപ്പെടുത്തിയ സൗഭാഗ്യവാന്മാരിൽ റഹ്മാനെ നീ നമ്മെ മുഴുവൻ ആളുകളെയും ഉൾപ്പെടുത്ത് നാഥാ. അല്ലാഹുവേ, നമ്മുടെ നോമ്പ്, നമ്മുടെ സക്കാത്ത്, നമ്മുടെ രാത്രി നമസ്കാരം, നമ്മുടെ പ്രാർത്ഥനകൾ, നമ്മുടെ സ്വതക്കകൾ നാഥാ, നിന്റെ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് ചെയ്യുന്ന ഈ കർമ്മങ്ങളെല്ലാം നമ്മളിൽ നിന്ന് പരിപൂർണമായി നീ സ്വീകരിച്ചുകൊണ്ട് ലൈലത്തുൽ ഖദറിന്റെ പ്രതിഫലം ഏറ്റുവാങ്ങിയ മഹാഭാഗ്യശാലികളായി നാഥാ നാളെ പരലോകത്ത് നിന്ന് നമുക്ക് മുഴുവൻ ആളുകൾക്കും കുടുംബസമേതം നിന്നെ കണ്ടുമുട്ടുവാനുള്ള തൗഫീഖ് പ്രദാനം ചെയ്യണമേ റഹ്മാനെ. പ്രിയമുള്ളവരെ, പരിശുദ്ധ റമദാൻ നമുക്കറിയാം, പരിഗണന, ചേർത്ത് പിടിക്കുക, ഇതൊക്കെ മുഴുവൻ ആളുകളും ആഗ്രഹിക്കുന്നു, എല്ലാവരും ആശിക്കുന്ന ആളുകളാണ്. ഒരു വിശ്വാസി എന്ന നിലയിൽ ഏറ്റവും കൂടുതൽ പരിഗണന ആഗ്രഹിക്കേണ്ടത് ആരിൽ നിന്നാണ്? നമുക്കെല്ലാവർക്കും അറിയാം, അത് അള്ളാഹുവിൻ്റെ പരിഗണന കിട്ടാനാണ് നമ്മൾ ആഗ്രഹിക്കേണ്ടത്. വിശ്വാസികൾ എന്ന നിലയിൽ നമ്മൾ ആശിക്കുന്നതും അള്ളാഹുവിൻ്റെ പരിഗണന കിട്ടാനാണ്. അള്ളാഹുവിൻ്റെ പരിഗണന കിട്ടാനുള്ള മാർഗം എന്താണ്? പരിശുദ്ധ ഖുർആനിൽ അള്ളാഹു പറയുകയാണ്, നിങ്ങളുടെ പ്രാർത്ഥനയില്ലെങ്കിൽ നിങ്ങളുടെ റബ്ബ് നിങ്ങളെ എങ്ങനെ പരിഗണിക്കാനാ? നിങ്ങളുടെ പ്രാർത്ഥനയില്ലെങ്കിൽ നിങ്ങളുടെ റബ്ബ് എങ്ങനെ നിങ്ങളെ പരിഗണിക്കാനാണ്? അതെ, പ്രാർത്ഥനയാണ് അള്ളാഹുവിൻ്റെ പരിഗണന ലഭിക്കുവാനുള്ള ഏറ്റവും വലിയ മാർഗം. പ്രാർത്ഥിക്കാൻ സാധ്യമാവുക എന്നതാണ് ഏറ്റവും വലിയ നേട്ടം. നമുക്കറിയാം, ഉമർ റളിയല്ലാഹു അൻഹു ചെറിയ മക്കളെ കണ്ടാൽ വരെ പ്രാർത്ഥിക്കണേ മക്കളെ എന്ന് വസിയത്ത് ചെയ്യാറുണ്ട്. അദ്ദേഹം പറയുകയാണ്, ഞാൻ റബ്ബിനോട് നന്നായി പ്രാർത്ഥിക്കും. എൻ്റെ പ്രാർത്ഥന എൻ്റെ പ്രാർത്ഥനയ്ക്ക് പടച്ച റബ്ബ് ഉത്തരം കിട്ടുമോ ഇല്ലയോ എന്നതല്ല എൻ്റെ പ്രയാസം. ഞാൻ നന്നായി ധാരാളമായി റബ്ബിനോട് പ്രാർത്ഥിക്കുന്ന ഒരാളായിരുന്നിട്ടും എൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുമോ ഇല്ലയോ എന്നതല്ല എൻ്റെ പ്രയാസം. മറിച്ച് പ്രാർത്ഥിക്കാനുള്ള മനസ്സുണ്ടോ എന്നതാണ് ഞാൻ ഭയപ്പെടുന്നത്. ശരിയല്ലേ പ്രിയമുള്ളവരെ? പ്രാർത്ഥന ഏറ്റവും വലിയ ആയുധമാണ്. പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്ന ഒരുപാട് സന്ദർഭങ്ങളും സാഹചര്യങ്ങളും പരിശുദ്ധ റമദാൻ എടുത്തു നോക്കിയാൽ തന്നെ നമുക്കറിയാം. നോമ്പുകാരുടെ പ്രാർത്ഥന, അല്ലെ, മഗ്‌രിബിന്റെ സമയത്തേക്ക് അടുക്കുന്ന ആ സമയത്ത്, അതിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് എന്നോട് നിങ്ങൾ പ്രാർത്ഥിക്ക്, എൻ്റെ നേരെ കൈ ഉയർത്തിയാൽ തീർച്ചയായും ആ പ്രാർത്ഥന ഞാൻ സ്വീകരിക്കുന്നതാണ്, ഞാൻ റെഡിയാണ്. എൻ്റെ അടിമ, എൻ്റെ അടിയാൻ എന്നിലേക്ക് ഉയർത്തിയ കരങ്ങൾ തട്ടിക്കളയുന്നവനല്ല. നിങ്ങൾ എന്നോട് പ്രാർത്ഥിക്കേ, ആ പ്രാർത്ഥന സ്വീകരിക്കാൻ ഞാൻ റെഡിയാണ് എന്ന് അള്ളാഹു നമുക്ക് പഠിപ്പിച്ചു തന്നു എന്ന് മാത്രമല്ല, ഉറപ്പ് തരുന്ന രൂപത്തിൽ. അപ്പൊ ആ സമയത്തുള്ള പ്രാർത്ഥന അള്ളാഹു തട്ടാത്ത പ്രാർത്ഥനയാണ് എന്ന് നമുക്കറിയാം, അല്ലേ? അതെ. ഇനി നോമ്പ് മുറിച്ചു, നമ്മള് 12 മണിക്കൂർ അന്നപാനീയങ്ങൾ ഉപേക്ഷിച്ചുകൊണ്ട് നോമ്പ് മുറിച്ച നമ്മള് എൻ്റെ ദാഹമൊക്കെ പോയി, എൻ്റെ നാഡീഞരമ്പുകളൊക്കെ നനഞ്ഞു, അള്ളാഹുവേ നീ ഉദ്ദേശിക്കുകയാണ് എങ്കിൽ എനിക്ക് പ്രതിഫലം ഉറച്ചു. അതെ, നമ്മള് ഈ സമയത്ത് അള്ളാഹുവിനോട് 2 കൈയും ഉയർത്തി, നാഥ, അല്ല കണ്ണ് അല്ലെങ്കിൽ മനസ്സ് അള്ളാഹുവിലേക്ക്, ആ ഭക്ഷണ പാനീയങ്ങളൊക്കെ ഉപേക്ഷിച്ചുകൊണ്ട് നമുക്ക് ഭക്ഷണം കഴിക്കാനുള്ള സമയത്ത്, ആ അവസരത്തിൽ വരെ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയാണ് എങ്കിൽ ആ പ്രാർത്ഥന പ്രിയമുള്ളവരെ ഉറപ്പായും സ്വീകരിക്കാൻ അള്ളാഹുവിൻ്റെ മുന്നിൽ
നമ്മൾ ആ സമയത്ത് നമ്മൾ അനുഭവിക്കുന്ന ഒരു അനുഭവമുണ്ട്. അത് നമുക്കൊരാൾക്കും പരസ്പരം പറഞ്ഞറിയിക്കാൻ കഴിയുന്നതല്ല. ആ അനുഭവം റബ്ബിന്റെ മുന്നിൽ തുറന്നു വെക്കുക എന്നതാണ് പ്രിയമുള്ളവരെ ഇബാദത്ത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ആ തുറന്നു വെക്കാത്ത ഇബാദത്തെ അതാർക്ക് വേണ്ട? അള്ളാഹുവിന് വേണ്ട എന്നതാണ്. അപ്പോൾ ആ സമയത്ത് ഇത്രയും നല്ലൊരു പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്ന സമയത്ത് പ്രിയമുള്ളവരെ അള്ളാഹുവിനെ ഓർമ്മിക്കുന്ന വിശ്വാസികളാവാൻ, അടിമകളാവാൻ തീർച്ചയായും നമുക്ക് ഓരോരുത്തർക്കും സാധിക്കേണ്ടതുണ്ട്. അതുപോലെ നമുക്കറിയാം അത്താഴത്തിന്റെ സമയം, അത്താഴത്തിൽ അസുഹൂറിന്റെ സമയം എന്ന് പറയുന്നത് അനുഗ്രഹീതമായ സമയമാ. അത്താഴത്തിൽ ബർക്കത്തുണ്ട് എന്ന് നമുക്കറിയാം. നമ്മള് സുബഹ് ബാങ്കിന് മുമ്പ് അത്താഴം കഴിച്ചതിന് ശേഷം 50 ആയത്തോളം ഓതാനുള്ള സമയത്തെ പടച്ച റബ്ബിനോട് ആ സമയത്തിന്റെ വലിയ പ്രത്യേകത പ്രിയമുള്ളവരെ നമുക്കെല്ലാവർക്കും അറിയാം. എന്താണ്? ആ സമയത്ത് നമ്മളുമായി അടുത്ത ആകാശത്തേക്ക് അള്ളാഹു ഇറങ്ങി വന്നുകൊണ്ട് ഹൽ ഫിസ്സായിൽ, എന്നോട് ചോദിക്കുന്ന ആളുകൾ ആരാണുള്ളത്, എന്നിലേക്ക് പശ്ചാത്തപിച്ച് മടങ്ങുന്ന ആളുകൾ ആരാണുള്ളത് എന്ന് ചോദിച്ചുകൊണ്ട് ദാ ഉത്തരം തരാൻ ഞാൻ റെഡിയാണ് എന്നാണ് ഉത്തരം കിട്ടുന്ന. നമുക്കറിയാം, നമുക്ക് ആ സമയത്ത് അല്ലേ ഉത്തരം കിട്ടുമെന്ന് ഉറപ്പ് നൽകുകയാ റബ്ബ്. നമ്മളെ കണ്ടുകൊണ്ട് നമ്മൾ ചോദിക്കുന്നതിന് ഉത്തരം തരാൻ. നോക്കൂ പ്രിയമുള്ളവരെ, ഇന്ന് മനുഷ്യരൊക്കെ ഒരിറ്റു സമാധാനത്തിന് വേണ്ടി, എനിക്ക് സമാധാനമില്ല, സമാധാനം കിട്ടണം, എനിക്ക് സമാധാനം ലഭിക്കാൻ എന്താണ് പരിഹാരം എന്ന് ചോദിച്ചാൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നൽകുന്ന ഒരു ഉപദേശമുണ്ട്. സഹോദരങ്ങളെ, നിങ്ങൾ പതിവായി ഇസ്തിഗ്ഫാർ ചെയ്യുന്ന ആളുകളാകണം. മല്ലസിമൽ ഇസ്തിഗ്ഫാർ ജഅലല്ലാഹു ലഹു, അള്ളാഹുവിന്റെ പ്രവാചകം പഠിപ്പിക്കുക. നമ്മൾ അള്ളാഹുവിലേക്ക് പശ്ചാത്തപിച്ച് മടങ്ങുന്ന ആളുകളായാൽ തിരക്കുകൾ തൽക്കാലം മാറ്റിവെച്ചുകൊണ്ട് ഇനിയുള്ള രാത്രികള് നമുക്കറിയാം വളരെ അതിപ്രധാനമായ നിമിഷങ്ങളിലേക്കും ലൈലത്തുൽ ഖദറിന്റെ രാവിലേക്കും അല്ലെ 1000 മാസത്തെക്കാൾ ഉത്തമമായ രാവ്. ഇതാണ് പ്രിയമുള്ളവരെ പ്രതീക്ഷയുടെ റമളാൻ. വല്ലാത്തൊരു പ്രതീക്ഷയാ. നിങ്ങൾ ചോദിക്കുന്ന ചോദ്യത്തിന്, നിങ്ങൾ എൻ്റെ മുന്നിൽ വെക്കുന്ന പ്രാർത്ഥനയ്ക്ക് ഇതാ ഉത്തരം നൽകാൻ ഞാൻ റെഡിയാണ്. നോക്കൂ, 1000 മാസത്തെക്കാൾ ഉത്തമമായ രാവ്. ആരെങ്കിലും നിർണയത്തിന്റെ രാത്രിയിൽ ഇസ്തിഗ്ഫാർ പതിവാക്കിയാൽ അവൻ അള്ളാഹു എല്ലാ വിഷമങ്ങളിൽ നിന്ന് രക്ഷ നൽകുകയും ദുഃഖങ്ങളിൽ നിന്ന് സമാധാനം നൽകുകയും അവൻ ഉദ്ദേശിക്കാത്ത മാർഗത്തിലൂടെ അവൻ അള്ളാഹു ആഹാരം നൽകുകയും ചെയ്യുന്നതാണ്. ഇതിലപ്പുറം എന്താണ് പ്രിയമുള്ളവരെ നമുക്ക് കിട്ടേണ്ട സമാധാനം? അതാണ് നമ്മൾ ആലോചിക്കേണ്ടത്. അള്ളാഹു പ്രാർത്ഥനയുണ്ടെങ്കിലേ പ്രിയമുള്ളവരെ അള്ളാഹു നമ്മെ പരിഗണിക്കൂ. പ്രാർത്ഥനയുണ്ടെങ്കിലേ അള്ളാഹു നമ്മെ പരിഗണിക്കൂ. അപ്പൊ നമ്മളെ സംബന്ധിച്ച് ആ സമയം അതുപോലെ സുബ്ഹ് നമസ്കാരത്തിന് ശേഷം അല്ലേ, സുബ്ഹ് നമസ്കാരം നിർവഹിച്ചു, പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്തു, പ്രാർത്ഥനകളിൽ മുഴുകി. അങ്ങനെ ഉദയം വരെ അദ്കാറുകളുമായി, തസ്ബീഹുകളുമായി, ദിക്ർ ദുആകളുമായി കഴിഞ്ഞുകൂടി ളുഹാ നമസ്കരിച്ചിട്ട് എഴുന്നേറ്റു പോകുന്ന ആളുകൾക്ക് ഹജ്ജും ഉംറയും ചെയ്ത പ്രതിഫലം എന്നൊക്കെ പറയുമ്പോൾ പ്രിയമുള്ളവരെ, ഇതിനൊക്കെ ഏറ്റവും ശ്രേഷ്ഠമായ ദിനരാത്രങ്ങൾ അള്ളാഹുവിന്റെ പ്രവാചകൻ നമുക്ക് തന്നിട്ടുള്ളത് ഏതാണ്? അതാണ് പ്രതീക്ഷയുടെ റമളാനായ പരിശുദ്ധ ഖുർആൻ. അള്ളാഹുവിന്റെ റമളാനായ പരിശുദ്ധ റമളാൻ അള്ളാഹുവിനോട് ചോദിച്ചു കൊണ്ടിരിക്കുന്നത് റബ്ബിന് ഭയങ്കര ഇഷ്ടമാണ്. റമളാനും ദുആയും തമ്മിൽ വലിയ ബന്ധമുണ്ട് എന്നതാണ് നമുക്കറിയാം. പരിശുദ്ധ ഖുർആനിൽ നോമ്പ് നിർബന്ധമാക്കപ്പെട്ടു എന്നത് പരിശുദ്ധ ഖുർആനിലെ സൂറത്ത് ബഖറയിലെ 183 ആയത്ത്, യാ അയ്യുഹല്ലദീന ആമനൂ കുതിബ അലൈക്കുമുസ് സിയാമു കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലികും ലഅല്ലകും തത്തഖൂൻ. 183 ആയത്തിൽ നോമ്പ് നിർബന്ധമാക്കപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് വിശദീകരിക്കുക. 184 ആയത്തിൽ അയ്യാമ മഅദൂദാത്ത് എന്ന് തുടങ്ങുന്ന ആയത്ത് എണ്ണപ്പെട്ട ദിനങ്ങൾ മാത്രമാണ് കേട്ടോ. എന്നിട്ട് 185 ആയത്തിൽ പരിശുദ്ധ റമളാൻ, അതെ പ്രശസ്തമായ പരിശുദ്ധമായ മാസം റമളാൻ എന്ന് പറഞ്ഞുകൊണ്ട് ഷഹ്റു റമളാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ, ഞാൻ നേരത്തെ ഓതി വെച്ച ആയത്ത്. അതിനുശേഷമുള്ള 186 ആയത്തിൽ വഇദാ സഅലക ഇബാദി അന്നീ ഫഇന്നീ ഖരീബ് എന്ന ആയത്ത്, അടിമകളായ മനുഷ്യരെ നിങ്ങളെ അള്ളാഹുവിനോട് നിങ്ങൾ ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ ഖരീബ്, നിങ്ങളുടെ കണ്ട നാളിയേക്കാൾ നിങ്ങൾ റബ്ബുമായി ഏറ്റവും അടുത്തവനാണ് എന്ന് പഠിപ്പിച്ചതുപോലെ നിങ്ങൾ ഇതാ ദുആ ചെയ്യുമ്പം നിന്റെ വഇദാ സഅലക ഇബാദി അന്നീ ഫഇന്നീ ഖരീബ്,
അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്ന സമയത്ത്, ഇതാ അള്ളാഹുവിന്റെ മുന്നിൽ സങ്കട ഹരിജി വെക്കുന്ന സമയത്ത്, റബ്ബിന്റെ മുന്നിലല്ലാതെ നമ്മുടെ ഭാരം ഇറക്കി വെക്കാൻ നമുക്ക് മറ്റൊരു ശക്തിയില്ല എന്നതാണ്. അള്ളാഹു നമ്മളുമായി അടുത്ത ആകാശത്ത് ഇറങ്ങി വന്നുകൊണ്ട് പാപമോചനത്തിന്റെ മാസമായി പാപമോചനം നേടേണ്ട ഭാഗ്യവാന്മാരായി, സൗഭാഗ്യവാന്മാരായി നമുക്ക് അവസരം കിട്ടിയപ്പോൾ പ്രിയമുള്ളവരെ, ഒരു നിമിഷം നമ്മൾ ചിന്തിക്കുക, ഇത്രമാത്രം പ്രതീക്ഷയുള്ള റമളാൻ മാസത്തിൽ പാപമോചനം നേടാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ? നാളെ പരലോകത്ത് ബാബു റയ്യാൻ എന്ന കവാടത്തിലൂടെ സ്വർഗത്തിൽ പ്രവേശിക്കാൻ എനിക്ക് സാധിക്കുമോ എന്ന് സ്വയം ചോദിക്കുക. അള്ളാഹുവിന്റെ റസൂൽ ആഞ്ഞടിച്ച് വീശുന്ന കാറ്റുപോലെ ധർമ്മം നൽകാറുണ്ടായിരുന്നു എന്ന അങ്ങനെ ധർമ്മം നൽകിയിട്ട് ബാബു സ്വതക്ക എന്ന കവാടത്തിലൂടെ എനിക്ക് നാളെ സ്വർഗത്തിൽ പ്രവേശിക്കാനുള്ള സൗഭാഗ്യമുണ്ടോ, എനിക്കതിന് സാധിക്കുമോ എന്ന് സ്വയം നമ്മൾ ചോദിക്കണം. ലോകത്തുള്ള ഏറ്റവും വലിയ ദൗർഭാഗ്യവാൻ ആരാണെന്ന് ചോദിച്ചാൽ പ്രിയമുള്ളവരെ, പ്രാർത്ഥിക്കാൻ കഴിയാത്തവനാണ്, പ്രാർത്ഥിക്കാൻ സമയം കിട്ടാത്തവനാണ്, പ്രാർത്ഥിക്കാൻ വിഷയങ്ങൾ കിട്ടാത്തവനാണ് എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അങ്ങനെ ഏറ്റവും വലിയ ദൗർഭാഗ്യവാന്മാരിൽ നമ്മൾ പെട്ടുകൂടാ, നമ്മളായിക്കൂടാ. റമളാനിൽ മറ്റു മാസങ്ങളിൽ നിന്നും മറ്റു സമയങ്ങളിൽ നിന്നും വ്യത്യസ്തമായി നമ്മൾ ധാരാളം പ്രാർത്ഥന അള്ളാഹുവിൻ്റെ മുന്നിൽ സമർപ്പിക്കേണ്ട ആളുകളാണ്. ഉത്തരം കിട്ടാതിരുന്നാൽ എന്താ ചെയ്യുക? റബ്ബ് നൽകുന്നില്ലല്ലോ എന്ന സങ്കടമില്ലാതെ നേട്ടവും കോട്ടവും ജീവിതത്തിലില്ലേ? വിജയവും പരാജയവും നമ്മളിലില്ലേ? അതെ, നമുക്ക് നീ ക്ഷമ നൽകണമേ നാഥാ, നമ്മുടെ പാദങ്ങളെ നാഥാ നീ ദീനിന്റെ മാർഗത്തിൽ ഉറപ്പിച്ചു നിർത്തണമേ എന്നൊക്കെയുള്ള പ്രാർത്ഥനകള് അള്ളാഹു പരിശുദ്ധ ഖുർആനിൽ നമുക്ക് പഠിപ്പിച്ചു തരികയാ. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മളെ സംബന്ധിച്ച് ആത്മാർത്ഥമായി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാൻ, ലൈലത്തുൽ ഖദറിന്റെ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് ഏറ്റവും നല്ല നിലയിൽ റമളാനിനെ ഉപയോഗപ്പെടുത്തിയ ആളുകളായി, ഏറ്റവും വലിയ സൗഭാഗ്യവാന്മാരാണ് റമളാനിനെ കണ്ട ആളുകള്. കഴിഞ്ഞ റമളാനിൽ നമ്മുടെ കൂടെ ഉണ്ടായ ഒരുപാട് ആളുകൾ ഈ റമളാനിലില്ല. അവരാശിക്കാത്തത് കൊണ്ടല്ല, അവർ ആഗ്രഹിക്കാത്തത് കൊണ്ടല്ല, മറിച്ച് അള്ളാഹു നമുക്കൊരുപാട് കനിഞ്ഞു തന്നു. നമ്മുടെ ആരുടെ കഴിവുമല്ല, ഏറ്റവും വലിയ സൗഭാഗ്യമാണ് അള്ളാഹു തന്നത്. ഈ സൗഭാഗ്യം എന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ആകാശ കവാടങ്ങളൊക്കെ തുറക്കപ്പെട്ടില്ലേ, സ്വർഗത്തിന്റെ കവാടങ്ങൾ തുറക്കപ്പെട്ടിട്ട്, നരകത്തിന്റെ കവാടങ്ങൾ ബന്ധിപ്പിക്കപ്പെട്ടിട്ട് വലിയ സൗഭാഗ്യമായി അള്ളാഹു നമുക്ക് ഈ റമളാൻ തന്നു. അതിനെ ഏറ്റവും നല്ല രൂപത്തിൽ ഉപയോഗപ്പെടുത്താൻ അള്ളാഹുവേ നീ നമ്മെ സഹായിക്കണേ റഹ്മാനെ. നന്നായി ഖുർആൻ പാരായണം ചെയ്തുകൊണ്ട്, നന്നായി റബ്ബിന്റെ മാർഗത്തിൽ പടച്ച റബ്ബിന്റെ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട്, സ്വതക്കകൾ അധികരിപ്പിച്ചുകൊണ്ട്, രാത്രി നിന്ന് നമസ്കരിച്ചുകൊണ്ട്, സക്കാത്തിന്റെ കാര്യത്തിലൊക്കെ വളരെ കൃത്യനിഷ്ഠ പാലിച്ചുകൊണ്ട്, എല്ലാം നിർവഹിച്ചുകൊണ്ട്, ജമാഅത്ത് നമസ്കാരങ്ങളൊക്കെ കൃത്യമായി നിർവഹിക്കുന്നു എന്നതിലപ്പുറം ഭയഭക്തിയോടുകൂടി, ഖുശൂഓടുകൂടി, ഉർവത്ത് ബിൻ സുബൈർ റളിയല്ലാഹു അൻഹു കാല് മുറിച്ചു മാറ്റുന്ന സമയത്ത്, വിശദീകരിക്കേണ്ട ആവശ്യമില്ല, കാല് മുറിച്ചു മാറ്റുന്ന സമയത്ത് ലഹരി മദ്യം നൽകിയിട്ടല്ലാതെ മറ്റൊരു മാർഗമില്ല. അന്ന് അനസ്തേഷ്യയില്ല, അന്നങ്ങനെയുള്ളൊരു മരുന്നില്ല. പഴുപ്പ് ബാധിച്ച കാല് മുറിച്ചു മാറ്റണമെങ്കിൽ, ആ അവയവം കഷ്ണിക്കണമെങ്കിൽ ലഹരിയോ മറ്റോ നൽകിയിട്ട് അബോധാവസ്ഥയിലാക്കിയിട്ട് വേണം അത് നൽകാൻ. അങ്ങനെ ചെയ്യട്ടെ എന്ന് ഉർവത്ത് ബിൻ സുബൈർ റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ച സമയത്ത് അദ്ദേഹം നൽകിയ മറുപടി, ഞാൻ നിസ്കരിക്കും, നിസ്കാരം നിർവഹിക്കുന്ന സമയത്ത് എനിക്കൊരു ലഹരിയും നിങ്ങൾ നൽകേണ്ടതില്ല, ഞാൻ നിസ്കാരം നിർവഹിക്കുന്ന സമയത്ത് നിങ്ങൾ എൻ്റെ കാല് മുറിച്ച് മാറ്റുക. നോക്കൂ പ്രിയമുള്ളവരെ, അങ്ങനെ ആ സമയത്ത് കാല് മുറിച്ച് മാറ്റുന്ന ആ രൂപത്തിൽ ആ കിട്ടിയ ഒരു ഭയഭക്തി ഉണ്ടല്ലോ, നമ്മുടെ നിസ്കാരത്തിലും നമ്മുടെ നോമ്പിലും നമ്മൾ ചെയ്യുന്ന മുഴുവൻ കർമ്മങ്ങളിലും ആ ഒരു ഭയഭക്തിയോടുകൂടി കർമ്മങ്ങളുമായി മുന്നോട്ട് പോകാനാണ് പ്രിയമുള്ളവരെ നമ്മൾ ഓരോരുത്തരും ആത്മാർത്ഥമായി പരിശ്രമിക്കേണ്ടത്. അള്ളാഹുവേ നീ നമ്മെ അനുഗ്രഹിക്കണേ നാഥാ. ഏറ്റവും നല്ല രൂപത്തിൽ ഉപയോഗപ്പെടുത്തിയ മഹാഭാഗ്യശാലികളിൽ നീ നമ്മെ ഉൾപ്പെടുത്തണേ റഹ്മാനേ. അള്ളാഹുവേ ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത മുഴുവൻ ആളുകൾക്കും നീ ഉത്തരം നൽകി അനുഗ്രഹിക്കണമേ റഹ്മാനേ. അള്ളാഹുവേ നമ്മുടെ പ്രാർത്ഥന നീ സ്വീകരിക്കണേ നാഥാ. അള്ളാഹുവേ മരണപ്പെട്ട മുഴുവൻ ആളുകൾക്കും നീ മഗ്ഫിറത്തും മർഹമത്തും ജന്നാത്തുൽ ഫിർദൗസും നൽകണേ നാഥാ. എൻ്റെ പ്രിയമുള്ളവരെ,
ഓഫീസിൽ ഇരിക്കുന്ന സമയത്താണ് ഈ ഒരു വോയിസുമായി നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത്. അതുകൊണ്ട് കൂടുതൽ എത്രമാത്രം ആത്മാർത്ഥത പുലർത്താൻ എനിക്ക് സാധിച്ചിട്ടുണ്ട് എന്നെനിക്കറിയില്ല. ഞാൻ ഒരു 10 മിനിറ്റ് മാത്രം നിങ്ങളുമായി എന്നെ ക്ഷണിച്ചതുള്ള ഒരു കടപ്പാട്. ഈ ഒരു സംവിധാനം ഏറ്റവും നല്ല മാതൃകാപരമായ പ്രവർത്തനമാണ്. അള്ളാഹു വിജയിപ്പിക്കട്ടെ, അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ഇതിനു വേണ്ടി പ്രവർത്തിക്കുന്ന മുഴുവൻ ആളുകൾക്കും നാഥ നീ നിന്റെ എല്ലാവിധ അനുഗ്രഹവും അവരെയും നമ്മയും നീ അനുഗ്രഹിക്കണേ നാഥ. നമ്മുടെ പ്രാർത്ഥന നീ സ്വീകരിക്കണേ അള്ളാഹ്. ആഫിയത്തോടുകൂടി ആയുസ് നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. അല്ലാഹുമ്മ അഗ്ഫിർ ലനാ വർഹംന വർളി അന്നാ വതഖബ്ബൽ മിന്നാ വഅദ്ഖിൽനൽ ജന്ന വനജ്നാ മിനൻ നാർ യാ റബ്ബൽ ആലമീൻ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബൻ നാർ. അല്ലാഹുമ്മ ഇന്നാ നസ്അലുകൽ ജന്നാത്തുൽ ഫിർദൗസ് യാ റബ്ബൽ ആലമീൻ. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വാഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.